വിശ്വാസത്തിൽ എന്നും മുന്നേറും ഞാൻ, വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനി ജയം എനിക്കുണ്ട്. ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുൻപിൽ ഇനിയും ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാൻ ഒട്ടും പിന്മാറില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനനല്ല. ശത്രു ജയിക്കുമെന്നോ ഭാവി നശിക്കുമെന്നോ ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ആകുല ചിന്തയാൽ നിറയുകില്ല, ഭാരങ്ങളോർത്തിനി കരയുകില്ല. തക്ക സമയത്തെനിക്കെല്ലാം ഒരുക്കുന്നവൻ ഒരിക്കലും കൈവിടില്ല. ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയും, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടത് ആകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറയുന്നത്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവർ വാസ്തവമായ അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കെന്ന് പറയുന്നത് പോലെ അവിശ്വാസം മാറി സകലത്തിൽ ഒരു വിശ്വാസം വരികയാണ്, ഒരു പ്രത്യാശ വരികയാണ്. എനിക്കൊരു വിടുതലുണ്ട്. വചനം പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വേറൊരു ഭാഗത്ത് പറയാം, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പോൾ വചനത്തിൽ വിശ്വാസം അതിപ്രധാനമായ ഒരു കാര്യമാണ്. യേശു കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പോൾ വിശ്വാസത്തിന് വലിയ പ്രാധാന്യം വിശുദ്ധ വേദപുസ്തകം നൽകിയിരിക്കുന്നു. എന്താണ് ആ വിശ്വാസം? ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, വിശ്വാസം എന്നത് എന്താണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. കാണാത്ത കാര്യങ്ങൾ നമ്മൾ നിശ്ചയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന്. നമ്മൾ കണ്ടിട്ടില്ല, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ അതോർത്ത് സ്തോത്രം ചെയ്യുന്നതിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാം വാക്യം നാം വായിക്കുമ്പോൾ, എബ്രായർ 3:14, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നല്ലോ. നാം ആദ്യ വിശ്വാസം എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ കൊണ്ടാൽ നാം ക്രിസ്തുവിൻ പങ്കാളികളായി തീർന്നുവല്ലോ. അങ്ങനെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആദ്യ വിശ്വാസത്തിൽ തന്നെ അവസാനത്തോളം ഈ കർത്താവ് കൂടെ ഇങ്ങനെ സംശയം വരാതെ ഭയവും ഭാരത്തിൽ നിറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കാതെ വിശ്വാസത്തിൽ നിൽക്കുകയാണ്. 2 കൊരിന്ത്യർ 5:7 പറയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. കാണുന്ന കാര്യങ്ങളല്ല,
കാഴ്ചയാലല്ല. ഇപ്പം നോക്കുമ്പോൾ എല്ലാം വിഷയങ്ങളാണ്, പ്രശ്നങ്ങളാണ്, രോഗങ്ങളാണ്. പക്ഷെ കാണുന്നതല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് ഞങ്ങൾ മുന്നോട്ട് ജീവിതം നയിക്കുന്നത്. കാര്യം വിശ്വാസം എന്താ? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധൈര്യത്തോടെ വിളിച്ചു പറയണം, വിശ്വാസത്തിൽ എന്നും മുന്നേറുമെന്ന് വിളിക്കണം. വിശ്വാസത്താൽ ഇനി എല്ലാം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ മുമ്പിൽ ഒന്നും ഇനി അസാധ്യമായ വിഷയങ്ങളില്ലെന്ന് കാണാൻ നമുക്ക് ധൈര്യം ഉണ്ടാകണം. ഈ വിശ്വാസം നമുക്ക് പകർന്നു തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വർദ്ധിക്കുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വസിക്കാൻ കഴിയും രോഗത്തിനോ ഇനി ശാപത്തിനോ. ഇത് വിശ്വസിക്കണം. പാപത്തിനോ ഞാൻ ഇനി അധീനനല്ല. സാത്താന് ശക്തിയുടെ മേൽ, പാപബന്ധനത്തിന്മേൽ എനിക്ക് ജയമുണ്ട്. ചില ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ചിലർ പറയും, ഞാൻ അടുത്തുള്ളവരൊക്കെ അത് ചെയ്തു, അവരെനിക്കെതിരെ സംസാരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകലൊരു കാര്യം മറന്നു പോകരുത്. ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാനും നിങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലാണ്. ധൈര്യത്തോടെ, ആകുല ചിന്തയാ നിറയേണ്ട കാര്യമില്ല. ഭാരങ്ങൾ ഓർത്ത് ഇനി കരയേണ്ട കാര്യമില്ല. കാര്യം എന്താ? തക്ക സമയത്ത് എനിക്ക് വേണ്ടി ദൈവം എല്ലാം ഒരുക്കും. ആ ദൈവനെ കൈവിടത്തിൽ. ഇതാ വിശ്വാസം. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇവിടെ പറയുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. ഇബ്രായർക്ക് എഴുതിയ ലേഖനം തന്നെ അതിൻ്റെ 7-25 വാക്യത്തിൽ പറയണം, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി, അടുത്തു വരാനാണ് പറഞ്ഞത്, അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ പ്രാപ്തനാകുന്നു. കാര്യം പക്ഷപാതം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം ചേർന്ന് വാദിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മളെ സൂക്ഷിക്കാൻ പിതാവിനോട് അപേക്ഷിക്കുകയാണ്. തൻ്റെ രക്തവുമായി പിതാവിൻ്റെ സന്ധിയിൽ നിൽക്കുകയാണ്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്ത് വരുന്നവർക്ക് വേണ്ടി, അകന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി. ഇന്ന് അടുത്ത് ചെല്ലാം നമുക്ക്. യേശു ക്രിസ്തു മുഖാന്തരമേ നമുക്ക് ദൈവത്തോട് അടുത്ത് വരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് യേശു ക്രിസ്തു മുഖാന്തരം ധൈര്യത്തോടെ കൃപാസന മുൻപാകെ നമുക്ക് കടന്നു വരാം. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാൻ നാം പ്രാപ്തനാകും. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം, ദൈവത്തിൻ്റെ അടുത്ത് വരാം, അത് വിശ്വസിക്കാം. ദൈവം നമുക്ക് പ്രതിഫലം നൽകുന്നുവെന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ പൂർണ്ണമായി ദൈവത്തോടടുക്കുന്നവരെ വിടുവിക്കാൻ സദാ സന്നദ്ധനായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവ് ഞങ്ങൾക്കായിട്ടുള്ളതിനായി സ്തോത്രം. വിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. എന്നെ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് അതിനായി സഹായിക്കണമേ. ഹൃദയ കണ്ണുകളെ തുറക്കണമേ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നു ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നും ഭാവി നശിക്കുമെന്നും ഇനി ഞാൻ ഭയപ്പെടില്ല. ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ലിനി ഞാൻ.